ഫ്രണ്ട്സ് ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അതേപോലെ വെൽക്കം ടു അവർ പോഡ്കാസ്റ്റ് ബിഗ് മൗത്ത് ടോക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഗൈസ്? ഓക്കെ, മിഡിൽ ക്ലാസ് ബോയ്സിന്റെ ഒരു 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 സംഭവം, വീക്ക്നെസ് എന്നൊക്കെ പറയൂ. വേറൊരു കേസ്, ഈ എപ്പിസോഡ് നമ്മളിതിപ്പോ എനിക്ക് തോന്നുന്നു 4ാമത്തെ തവണയാണ് എടുക്കാൻ പോകുന്നത്. കാരണം ആർക്കും എനർജി ഇല്ലായിരുന്നു, പിന്നെ ഓരോ പ്രശ്നങ്ങൾ, പിന്നെ ക്യാമറ റെക്കോർഡ് ആയില്ല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനർജി ഉണ്ടായിരുന്നപ്പം റിസീവർ കൊടുത്തില്ല, റിസീവറും എനർജി ഉണ്ടായിരുന്നപ്പോ ഫോക്കസ് ചെയ്തില്ല. എല്ലാം ഉണ്ടായിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചത്തിരുന്നത്. ഓക്കെ, അപ്പൊ ബാക്കി പറഞ്ഞു. അപ്പം എല്ലാ മിഡിൽ ക്ലാസ് ബോയ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മളൊന്ന് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവരുടെയും ഒരു ഫസ്റ്റ് ജോബ് അല്ലേ? അതെ അതെ, ഫസ്റ്റ് ജോബ് എന്നൊക്കെ പറയാം. അത് തന്നെ. ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഉണ്ടോ നമുക്ക് ആദ്യമായിട്ടൊരു ശമ്പളം കിട്ടിയ ഒരു സംഭവം, അത് തന്നെ ഒരു ചെറിയ വരുമാനം ഓക്കെ, കിട്ടുന്ന ഒരു ശമ്പളം. കാറ്ററിംഗ് സർവീസ്. ഇതിനെ പറ്റിയാണ് കാറ്ററിംഗ് സർവീസ്. ഇതിനെ പറ്റിയാണ് നമ്മൾ കാറ്ററിംഗ് സർവീസ് അല്ല, കാറ്ററിംഗ് ബോയ്സ്. കാറ്ററിംഗ് സർവീസ് ചെയ്യുന്നവരാണ് കാറ്ററിംഗ് ബോയ്സ്. അതാണല്ലോ ടോപ്പിക്, കാറ്ററിംഗ് ബോയ്സ്. ഓക്കെ, കാറ്ററിംഗ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അപ്പൊ ഇതില് വരുമ്പോഴത്തേക്ക് ഇതിൽ നമ്മളെ കൂടെ ഇരിക്കുന്ന ഇവർ 3 പേരുമാണ് കൂടുതൽ കാറ്ററിംഗ് സർവീസിന് പോയിട്ടുള്ളത്, കാറ്ററിംഗ് ബോയ്സ് ആയിട്ട് പോയിട്ടുള്ളത്. ഞാൻ കുറവാണ്. ഞാൻ കൂടുതലും പോയിട്ടുള്ളത് ക്യാമറ, ലൈറ്റിംഗ് അങ്ങനെയുള്ള ഫീൽഡിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പൊ നമുക്ക് എവരടുത്ത് കൂടുതൽ വിശേഷങ്ങൾ, നമുക്ക് അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ. ക്യാമറ ചെയ്യുന്നവരടുത്ത് എനിക്ക് ഇച്ചിരി പ്രശ്നമുണ്ട്. എല്ലാരും കഴിച്ചു കഴിഞ്ഞിട്ടേ ഇവര് വരും. ലാസ്റ്റ് വന്നിട്ട് എന്തേലും ഉണ്ടോ, അപ്പൊ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റും. ഫുഡ് കിട്ടാറില്ല നമുക്ക്. അത് പിന്നെ പറയാം. അപ്പൊ ഇന്ന് നമുക്ക് ചോദ്യങ്ങളുമായിട്ട് വരാം. അപ്പൊ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പൊ ചോദ്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഈ കാറ്ററിംഗ് ബോയ്സ് നമുക്കിവിടെ കാണാറുണ്ട്. എല്ലാവരും പോകുന്നത് കാറ്ററിംഗ് വർക്കിനാണ്. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, പെട്ടെന്ന് കിട്ടുന്ന ഒരു ജോലി കാറ്ററിംഗ് വർക്കാണ്. ഇപ്പൊ സൺഡേ ഓഫ് ആണെങ്കിൽ പോലും എപ്പോഴും കിട്ടുന്ന കാറ്ററിംഗ് വർക്കാണ്. ഇത് നമുക്കൊരു പ്രൊഫഷണൽ ജോബായിട്ട് ചൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഇതൊരു പാർട്ട് ടൈം ജോബായിട്ട് തന്നെ മാറ്റി വെക്കാനേ പറ്റുള്ളൂ എന്നതാണ് എൻ്റെ ചോദ്യം. ആർക്കും പറയാം ഉത്തരം. അതെന്താ പറയാ, ഒരു പ്രൊഫഷണൽ ജോബാക്കി എടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇനിയിപ്പം പ്രൊഫഷണൽ ജോബല്ല, ഒരു ഡെയിലി, അതായത് ഒരു മന്ത്ലി വർക്കിന് വേണവരെ നമുക്ക് അറിയാം അല്ലേ. പക്ഷെ ഇപ്പൊ ഒരു പാർട്ട് ടൈം ആയാലും, ഇപ്പൊ സ്റ്റുഡന്റിന് പാർട്ട് ടൈം ആയിട്ടും പോവാം. വേണമെങ്കിൽ എന്താ പറയാ ശ്രോബി, ഓക്കെ, എന്റെ അഭിപ്രായം പറയുവാണെങ്കിൽ ഇത് ഡെയിലി വേജസിന് പോകുന്ന ഒരുപാട് പേരുണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് രാവിലെ ഒരു വർക്ക്, ഉച്ചയ്ക്ക് ഒരു വർക്ക്, അല്ലെങ്കിൽ ഡെയിലി വർക്കുള്ള ഒരുപാട് പേരുണ്ട്. എന്നാൽ തന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് സംഭവം. എല്ലാവർക്കും എന്നും വർക്ക് കിട്ടണമെന്നില്ല, ഇപ്പൊ സ്റ്റുഡൻസിന് പോക്കറ്റ് മണി കണ്ടെത്താനുള്ള എന്നുള്ള രീതിയിലാണ് ആദ്യം എല്ലാവരും പോകുന്നത്. സാറ്റർഡേ സൺഡേ പോകുന്നത് ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ 2 ദിവസം വേസ്റ്റ് ആവുന്നില്ല. ഇപ്പൊ ഡേ വർക്ക് ആണെങ്കിൽ തന്നെ രാവിലത്തെ വർക്ക് കഴിഞ്ഞാൽ വൈകിട്ട് നമുക്ക് നമ്മുടെ പരിപാടി നോക്കി ഫ്രീ ആയിരിക്കും. ഇതൊരു പ്രൊഫഷനായിട്ട് ചൂസ് ചെയ്യുന്നത് അത്ര ഒരു ബുദ്ധിയല്ല. എന്നാൽ പക്ഷേ പൈസ കിട്ടുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. പൈസ കിട്ടുന്നുണ്ട്. അല്ല, ഒരു ഗവൺമെന്റ് എംപ്ലോയി ഒരു മന്ത്ലി ഉണ്ടാക്കുന്നതിനേക്കാൾ കൂടുതൽ സാലറി ഉണ്ടാക്കിയിട്ടുള്ള മാസങ്ങളുണ്ട്. നല്ല ചിങ്ങമാസം ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. അപ്പൊ അന്നൊക്കെ ചിങ്ങമാസത്തിലൊക്കെ ഒരുപാട് കല്യാണം നടക്കും. അപ്പോഴും ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് കിട്ടുന്നതിനെക്കാട്ടി ശമ്പളങ്ങൾ കാറ്ററിംഗ് ബോയ്സ് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതാണ്. പക്ഷെ പെൻഷൻ ഇല്ല കേട്ടാ, PF ഒന്നുമില്ല, ഹെൽത്ത് ഇൻഷുറൻസ്, ഫുഡുണ്ട്, ചിലപ്പോ ഫുഡ് കിട്ടാറുമില്ല. അല്ല, ഇതില് എന്റെ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഇപ്പൊ ഈ കാറ്ററിംഗ് ബോയ്സിന് അടുത്ത ചോദ്യം. അപ്പൊ ഈ കാറ്ററിംഗ് ബോയ്സിനെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും, ഓക്കെ ഫുഡ് സെർവ് ചെയ്യുന്നവരല്ലേ, അപ്പൊ ഇവർക്ക് ഇഷ്ടം പോലെ ബിരിയാണി കിട്ടും, അല്ലെങ്കിൽ ചോറ് കിട്ടും, അല്ലെങ്കിൽ ഊണ് എല്ലാം ഇവർക്ക് കഴിക്കാം, ഇവർക്ക് മാറി നിന്നൊക്കെ പോയി നിന്ന് കഴിക്കാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ളൊരു ഇത് മെന്റാലിറ്റി ഉണ്ട്. അപ്പം ഇത് നമുക്ക് ഈ വിളമ്പുന്ന നമുക്ക് ഫുഡ് കിട്ടാറുണ്ടോ സാധാരണ? കിട്ടുന്ന സൈറ്റും ഉണ്ട്, കിട്ടാത്ത സൈറ്റും ഉണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കിട്ടുന്ന സൈറ്റ് ആയിരിക്കും. ഫുഡ് എന്തായാലും കിട്ടുന്ന സൈറ്റാണ് കൂടുതൽ. പക്ഷെ ഇടയ്ക്ക് ചില സൈറ്റുകൾ വരും, അവസാനം ആകുമ്പോഴത്തേക്ക് പയ്യന്മാർക്ക് ഫുഡൊന്നും കാണാത്ത അവസ്ഥ, ഫുഡ് ഉണ്ടാഞ്ഞിട്ടും വീട്ടുകാർ പാഴ്സൽ എടുത്തുകൊണ്ട് പോകുന്ന അവസ്ഥ,
അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം കിട്ടാത്ത സൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ആൾ എക്സ്ട്രാ വന്നോണ്ടായിരിക്കുമല്ലോ സംഭവം നമുക്ക് തികയാതെ പോകുന്നത്. അതെ, അപ്പൊ അത്രയും പേർക്ക് വിളമ്പി തളർന്ന് ഒന്നും തിന്നാതെ വെറും എങ്ങനെയാലും വീടെത്തിയാൽ മതി എന്ന് ചില നല്ല മനസ്സുള്ള വീട്ടുകാരും ഉണ്ട്. അവസാനം കുറച്ച് ഫുഡ് മാറ്റി വെച്ചാൽ പോലും അതും കൂടെ എടുത്ത് പാഴ്സൽ അടിച്ചുകൊണ്ട് പോകുന്ന കുറച്ച് നല്ല മനസ്സുള്ള വീട്ടുകാരും ഉണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. അവര് മെഷീൻ അല്ലേ, ബാറ്ററി അല്ലേ ഓടുന്നത്. ഓടുന്ന മിഷൻ എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. അത് എല്ലാരും അല്ല, ചിലര് അങ്ങനത്തെ ഒരു പരിപാടികൾ കാണിക്കുന്നുണ്ട്. കിട്ടാതെ പോകുന്ന വളരെ കുറച്ച് സൈറ്റുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അത് നല്ല പാടുള്ളതായിരിക്കും എന്ന് വെച്ചാൽ അത്ര ആള് വന്ന് തളർന്ന് നമ്മൾ വിളമ്പി നമ്മൾ എക്സോസ്റ്റഡ് ആയിരിക്കും. ഓക്കെ, ഇതിലെന്ന് വെച്ചാല് നമുക്കിപ്പോ ഇതിൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞ വിളമ്പ് മാത്രമല്ല, ഇതിലിപ്പം വേറെ ഒക്കെ ഉണ്ടല്ലോ, ഡ്രിങ്ക്സ് സെർവ് ചെയ്യുന്നത്, അങ്ങനെ അങ്ങനെ പല കാറ്റഗറി ഉണ്ട്. ലോഡിങ്, അപ്പോൾ ലോഡിങ് ഉണ്ട്, ഒരുപാട് കാറ്റഗറി ഉണ്ട്. അത് നിങ്ങൾ എക്സ്പ്ലെയിനും ചെയ്യണം. അതേപോലെ നമുക്ക് ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് എപ്പോഴും നമുക്കിപ്പം ഇത് ചൂസ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കിട്ടിയെന്ന് വെച്ചോ. ഇപ്പം നിങ്ങളെ കാറ്ററിംഗ് സർവീസ് നടത്തുന്ന ആൾ പറഞ്ഞു, ഷഹീലെ അല്ലെങ്കിൽ അജ്മലെ, നീ നിന്റെ ഇഷ്ടമുള്ള ഏത് വേണോ ചൂസ് ചെയ്തോ. അപ്പം നിങ്ങൾ ഏതായിരിക്കും കൂടുതൽ ചൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എളുപ്പമുള്ള ഈ കാറ്ററിംഗിൽ തന്നെ, കാറ്ററിംഗ് ഫീൽഡിൽ തന്നെ ഏറ്റവും എളുപ്പമുള്ള ജോലി ഏതായിരിക്കും? എളുപ്പമുള്ള ജോലി എന്ന് പറയാനായിട്ട് ഒന്നുമില്ല. എല്ലാ വർക്കിനും ഒരേ പാറ്റേൺ ആണ്. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർ ചിലപ്പോൾ ഫുഡ് സെർവ് ചെയ്യുന്നതിലായാലും അല്ലെങ്കിൽ പയ്യന്മാരെ കൺട്രോൾ ചെയ്യുന്നതിലായാലും കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരെ അവർ പ്രിഫർ ചെയ്യും. അപ്പോഴത്തേക്ക് നമുക്ക് റിസപ്ഷൻ വർക്കിന്, ബൊഫെ വർക്ക് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴത്തേക്ക് കൗണ്ടറിൽ നിന്ന് ഫുഡ് സെർവ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ പലഹാര ഐറ്റംസ് വരുമ്പോഴത്തേക്ക് അത് സെർവ് ചെയ്യാൻ അതൊക്കെ എളുപ്പമുള്ള പരിപാടിയാണ്. പിന്നെ ഈ ഡൈനിങ് ആൾക്കാർക്ക് നിന്ന് സെർവ് ചെയ്യുന്ന പരിപാടി ആകുമ്പോഴത്തേക്ക് കറിയൊക്കെ എടുക്കാൻ കൂടുതൽ പേര് മടിക്കും. അപ്പൊ അതിന് അവിടെയാണ് പറഞ്ഞേക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ കറി എടുക്കാൻ പറയൂ. കാരണം കറി ആരെങ്കിലും പുറത്തൂടെ എങ്ങനെ കൊണ്ട് ചടിച്ചു കൊടുത്താൽ പിന്നെ അവിടെ കേൾക്കേണ്ടി വരും. പിന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെങ്കിൽ അനാവശ്യമായിട്ട് കറി കോരി കൊടുക്കും എന്ന് വെച്ചാൽ ഒരു കൊച്ചിനൊക്കെ ഒരുപാട് ഒരു വലിയ ആള് കഴിക്കുന്ന പോലെ സെർവ് ചെയ്യും. അതെന്റെ ഒരു ചോദ്യമുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പം ഫുഡ് ഇപ്പം തികയാത്ത, നിങ്ങളടുത്തൊരു ഇത് പറയുമായിരിക്കുമല്ലോ, എടേ ഫുഡ് ഇത്ര പിടിച്ചു കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഫുഡ് ഇത്ര കുറച്ച് കൊടുത്താൽ മതി, അങ്ങനെ ഒരു ഓർഡർ നിങ്ങൾക്ക് ഉണ്ടോ? ലൈക്ക് അങ്ങനെ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു വർക്കിനായാലും സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ പറയും ഇത്ര പേർക്കുള്ള ഫുഡാണ്. അത് എല്ലാ വർക്കിനും പറയും. എല്ലാ വർക്കിനും പറയും. അതാണ് പറഞ്ഞത്, എല്ലാ വർക്കിനും പറയും. ഇപ്പം 2000 പേർക്കുള്ള ഫുഡാണ്, നിങ്ങൾക്ക് സാധനം ആവശ്യം പോലുണ്ട്, ലാവിഷായിട്ട് കൊടുത്തോ. പക്ഷെ അവർ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടി ആള് കൂടുതലാവേയോ കുമ്മനടിയൊക്കെ കൂടുതലെങ്കിൽ ഒരു പോയിന്റ് ആകുമ്പോഴത്തേക്ക് വന്നിട്ട് പറയട്ടെ ഈ ഫുഡ് കുറവാണ്, ഇനി ഇത്രയും പേര് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അപ്പൊ നിങ്ങളൊന്ന് പിടിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് ഇതുണ്ട്. ആ ഒരു ഡയലോഗ് കേൾക്കുമ്പോ തന്നെ നമ്മൾ ഇനിയുണ്ട് ആള്, ഇനി നമുക്കൊന്നും കിട്ടേ ഇല്ല. 2500 പേർക്ക് വിളമ്പിയിട്ടായിരിക്കും ഈ പറയുന്നത്. പിന്നെ സംഭവം നിങ്ങൾ നേരത്തെ ചോദിച്ച അതെന്ന് വെച്ചാൽ എളുപ്പമുള്ള ജോലി ചൂസ് ചെയ്യുന്നതിനെ പറ്റിയാണെങ്കിൽ ഇപ്പൊ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നല്ല ആള് കുറവുള്ള 500 പേരുടെ ഒക്കെ ആണെങ്കിൽ നാണക്കേടൊന്നും നോക്കൂല, വേസ്റ്റ് എടുക്കുന്നതായിരിക്കും ചൂസ് ചെയ്യുന്നത്. സത്യം. കാരണം വെയിറ്റ് എടുക്കണ്ട, പെട്ടെന്ന് ആ പ്ലേറ്റ് അങ്ങെടുത്ത് മാറ്റി കൊടുത്താൽ മതി, ബാക്കി ടൈം ഫ്രീ ആണ്. അല്ല, അതിൽ തന്നെ വേസ്റ്റ് എടുപ്പെന്ന് പറയുമ്പോൾ ആൾക്കാർക്കെല്ലാം ഒരു ഇതുണ്ട്, ഈ കാറ്ററിംഗ് ബോയ്സ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് എടുപ്പ് ജോലിയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളിനെ തന്നെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, ഓപ്പോസിറ്റ് കല്യാണത്തിന് വെച്ച് കണ്ടു കഴിഞ്ഞാൽ ചോദിക്കും, ഡേയ് നീ കാറ്ററിംഗ് പണിയാ, നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലേ? അങ്ങനത്തെ ഒരു ചോദ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു സിനാറിയോ വന്നിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത മോശം അനുഭവങ്ങൾ, അങ്ങനെ ഈ നമ്മുടെ ഫാമിലിയിൽ നിന്നോ അല്ലെങ്കിൽ അങ്ങനെ അറിയാവുന്ന ആൾക്കാരുടെ അടുത്ത് നിന്നോ അങ്ങനെയൊക്കെ ഒരു മോശം എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടോ? മോശം എക്സ്പീരിയൻസ് ഏതൊരു വർക്കിന് പോയാലും നമുക്ക് നല്ല വശവും കാണും, മോശം ഒരു സൈഡും ഉണ്ടാവും. എനിക്ക് രണ്ടും ഉണ്ടായിട്ടുണ്ട്. കൂടുതലും നല്ല സൈഡാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. പിന്നെ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പയ്യന്മാരെല്ലാവരും ഒരുമിച്ചായിരിക്കും പോകുന്ന, അപ്പൊ നമ്മൾ കൂടുതൽ ആ ഒരു സൈറ്റ് എൻജോയ് ചെയ്ത് നിൽക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷെ മോശം അനുഭവം ഉണ്ടായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു നോമ്പ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ഉള്ളവർക്ക് നോമ്പുണ്ട്, എനിക്ക് നോമ്പുണ്ട്. അപ്പൊ നോമ്പ് തുറ പരിപാടിയാണ്. അപ്പോഴത്തേക്ക് അത് നമ്മൾ സംഭവം എല്ലാം അറേഞ്ച് ചെയ്ത് പരിപാടിക്കുള്ള സെറ്റപ്പിന് ബാങ്കും കാത്ത് നിൽക്കുകയാണ്. അപ്പം നമ്മൾ ഈ കാറ്ററിങ്ങിന് വരുന്ന പയ്യന്മാർ, നോമ്പുള്ളവർ 2 ഈത്തപ്പഴം 1 ഗ്ലാസ് വെള്ളം അത് കുടിച്ചായിരിക്കും നോമ്പ് തുറക്കുന്നത്. നോമ്പ് തുറന്ന് പിന്നീട് അവർക്കെല്ലാം ഫുഡ് കൊടുത്ത് ലാസ്റ്റാണ് നമ്മൾ എപ്പോഴത്തെ മുന്നേ നമ്മൾ ലാസ്റ്റാണ് കഴിക്കുന്നത്. ലാസ്റ്റ് കഴിക്കുന്ന നമ്മളാണ്. അപ്പോൾ അന്ന് ആ സൈറ്റിൽ എന്ന് പറഞ്ഞാൽ നോമ്പ് കഞ്ഞി ഉണ്ടായിരുന്നു. നോമ്പ് കഞ്ഞി നമ്മൾ ഈ കൗണ്ടർ സെറ്റ് ചെയ്തേക്കുന്നതിൻ്റെ ഒരു വശത്തായിട്ട് ആദ്യം സെറ്റ് ചെയ്തു. എന്നിട്ട് ബാങ്ക് കേൾക്കുന്ന ടൈം ആയപ്പോൾ പയ്യന്മാരെല്ലാം കൗണ്ടറിൽ കയറി ബാക്കിയെല്ലാം പ്രിപ്പയർ ആയി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ ആ ടൈമിൽ ഈ കഞ്ഞി ആ ഒരു സൈഡിൽ റഷ് ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ടേബിൾ സെറ്റ് ചെയ്യുന്നതിൽ കൊണ്ടുപോയി അവർ റെഡിയാക്കി വെച്ചു. അപ്പോഴത്തേക്ക് ബാങ്ക് കേട്ടു, ഇവർ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചിട്ട് കുറച്ച് പേര് എൻ്റെ അടുത്ത് വന്നിട്ട് കഞ്ഞി ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ
നേരത്തെ കണ്ട ഒരു ഓർമ്മയിൽ പറഞ്ഞ് ഈ കൗണ്ടറിന്റെ എൻഡ് സൈഡിൽ കഞ്ഞി ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് എടുക്കാന്ന് പറഞ്ഞു. അവരവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കഞ്ഞിയില്ല, ഒന്നുമില്ല. അവര് ഇരച്ചു തുമ്മിച്ച് എന്റെ അടുത്ത് വന്നിട്ട്, നീ എന്തോന്ന് കാണിക്കുന്ന, നമ്മള് നോമ്പും പിടിച്ചിട്ട് വന്നിരിക്കുന്ന, നമ്മളെ കളിയാക്കുന്ന, നിങ്ങള് എന്തോന്ന് പരിപാടി കാണിക്കുന്ന. ഇവര് ഈ നോമ്പും പിടിച്ച് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് നിൽക്കുന്ന എന്റെ അടുത്താണ് അവര് നോമ്പിന്റെ കണക്ക് പറയുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഓരോരുത്തരുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചായിരിക്കും. ഒരു 100 പേർക്ക് 100 മനസ്സെന്ന് പറയുന്ന പോലെ 1000 പേർക്ക് 1000 മനസ്സ്. 1000 മനസ്സ്. അല്ല, മനസ്സ് കണ്ടറിഞ്ഞ് നമ്മൾ നിൽക്കണം. അല്ല, ഒരുപാട് പേർക്ക് ഒരു ഇതുണ്ട് എന്ന് വെച്ചാൽ ഈ കാറ്ററിംഗ് ബോയ്സിന്റെ അടുത്ത് കയറി ചൂടാവാം, അല്ലെങ്കിൽ അവര് നമ്മളെ സെർവ് ചെയ്യുന്നവർ, പൈസ കൊടുക്കുന്ന സെർവ് ചെയ്യുന്നവരാണ്, അവർ ഓക്കാനിച്ച് നിൽക്കണം, അല്ല അങ്ങനെയൊക്കെ. ഓക്കാനിച്ചല്ല, ഓച്ചാനിച്ച് നിൽക്കണം. സോറി ഗൈസ്, പുള്ളി മലയാളത്തിൽ കുറച്ച് വീക്കാണ്. മലയാളം കുറച്ച് ദുബായിൽ സെറ്റിൽഡ് ആയതുകൊണ്ട് അറബ് മാത്രമേ അറിയാവുള്ളൂ. അപ്പൊ അങ്ങനെ നിക്കണം. ഓർക്കാൻ ഓക്കെ. അപ്പൊ അല്ലെങ്കിൽ അവർക്ക് ഒരിതുണ്ട്, ഇപ്പം മെക്കിട്ട് കയറല്ല, നിങ്ങൾ കറി എന്തുകൊണ്ട് വിളമ്പിക്കൂടാ, അല്ലെങ്കിൽ അത്രയും തന്നുകൂടാ, അല്ലെങ്കിൽ മോശമായ രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഉണ്ട്. അങ്ങനെ അനുഭവങ്ങൾ, മോശമായ രീതിയിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പെരുമാറി ഒരു അടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്? അടി ഉണ്ടാവുന്ന സിറ്റുവേഷൻ അല്ല, അടി ഉണ്ടായിട്ടുണ്ട്. സിറ്റുവേഷൻ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. കുറെ പേര് മദ്യപിച്ചിട്ട് വന്നിട്ടായാലും കാറ്ററിംഗ് ബോയ്സിന്റെ അടുത്ത് തട്ടിക്കയറും. അതുപോലെ അല്ലാതെ തന്നെ വിളമ്പുന്നത്, നീയൊക്കെ നിന്നെ കാറിനെ വിളമ്പാൻ വിട്ടത് ആര് പഠിപ്പിച്ചത്, ഇതൊക്കെ തവി താരൂലേ, അത് ഇത് ഇത് എന്ന് വെച്ചാ ഇത് മൊത്തം അല്ല. ഞാൻ പറഞ്ഞ എന്നാ ബേസിൽ മൊത്തത്തിൽ ഞങ്ങൾക്ക് തരാം, ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതേ കണക്ക് ഒരുപാട് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവര് പെരുമാറ്റം കുറെയൊക്കെ മുണ്ടിയായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മളാരെ പെരുമാറ്റം നോക്കിയൊന്നും അല്ല നിൽക്കുക, എന്നാലും ഇവർക്ക് നല്ലപോലെ പെരുമാറാമല്ലോ. ഇവരൊക്കെ നിങ്ങൾ മനസ്സറിഞ്ഞ് വിളമ്പുന്നതാണല്ലോ. നിങ്ങൾ എല്ലാവർക്കും മനസ്സറിഞ്ഞ, എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും പറഞ്ഞ പോലെ 1000 പേർക്ക് 1000 മനസ്സാണല്ലോ. അതെ, അല്ല അതുകൊണ്ടാണല്ലോ ഈ ലോകമൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നത്. അല്ല, എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്, ഈ താഴെയുള്ള ജോലി തൊട്ട് മേളിലുള്ള ജോലി വരെയും എല്ലാത്തിനും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട്. എല്ലാ ജോലിയും ചെയ്യുന്നത് അവർക്ക് കുടുംബം പുലർത്താൻ വേണ്ടിയിട്ടും പൈസയാണ് അതിൻ്റെ അൾട്ടിമേറ്റ് ഇത്. അപ്പോൾ എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കണം. ഇപ്പം നമ്മളൊരു ഹോട്ടലിൽ പോയാലും നമ്മൾ വെയിറ്ററിൻ്റെ അടുത്ത് കിടന്ന് ചൂടാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ വെയിറ്ററിന് ചിലപ്പോൾ അറിയില്ല, അത് ഫുഡ് ചിലപ്പം വെയിറ്റർ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മളത് അങ്ങനെ പെരുമാറാൻ പാടില്ല. കാരണം അവരുടെ ഒരു ദിവസം പോലും നമുക്കത് നശിപ്പിക്കാൻ പറ്റും. നമ്മളുടെ ഒരു ചൂടാവൽ കൊണ്ടോ നമ്മളുടെ മോശം പ്രതികരണം കൊണ്ടോ അവരുടെ ഒരു ദിവസം നശിപ്പിക്കും. നമ്മൾ ചിലപ്പോൾ അത് അപ്പോഴേ മറക്കും. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ചിലപ്പം ചെറിയ ജോലിക്ക് ചെയ്യുന്ന ആളായിരിക്കും. അവർ നമ്മുടെ മുന്നിൽ സാർ എന്ന് വിളിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെ കുനിഞ്ഞു നിൽക്കുന്നത്, അതൊരു റെസ്പെക്റ്റ് നമുക്ക് തരുന്നതാണ് ഏത് ജോലിയാണെങ്കിലും. പക്ഷേ നമ്മൾ അതിനെ ഒരിക്കലും ഓക്കെ നമ്മൾ ബോസ് ആണെന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഹോട്ടലിലായാലും എവിടെ ആയാലും നേരിട്ട് മാനേജറിൻ്റെ അടുത്ത് പോവുക, അല്ലെങ്കിൽ അവരുടെ അടുത്ത് കറക്റ്റ് കാര്യം പറയുക, ഇങ്ങനൊക്കെയാണ് അല്ലെങ്കിൽ ഇങ്ങനൊക്കെയാണ്, മാന്യമായ രീതിയിൽ പറയുക. അപ്പോൾ അവർക്കത് മാറ്റാൻ പറ്റും. അല്ലാതെ നമ്മൾ അടിയും ബഹളം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് അവരുടെ ഒരു മോശമായ രീതിയിൽ പെരുമാറേണ്ട ഒരു കാര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. സംഭവം ഈ മോശം അനുഭവങ്ങളെ പറ്റി പറയാനാണെങ്കിൽ റീസെന്റ് ആയിട്ട് എനിക്കൊരു ഇതുണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ വീട്ടുകാരും നമ്മളോട് നല്ലപോലെ പെരുമാറണം, അല്ലാതെ അവരിങ്ങനെ നിൽക്കണമെന്ന് നിയമമൊന്നുമില്ല. ഇല്ല, നമ്മള് അത് നല്ലപോലെ പ്രതീക്ഷിക്കുന്നേ ഇല്ല. അത് വേണമെങ്കിൽ നമ്മള് സംഭവം എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് തരുന്ന ഫുഡ് എല്ലാവർക്കും എത്തിച്ച് നന്നായിട്ട് വിളമ്പിട്ട് പോവുക, ഇതാണ് നമ്മളെ പണി. സത്യം പറഞ്ഞാൽ ഒരു വർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു കല്യാണമാണ് കൂടുതലും വരുന്നത് അല്ലേ, അപ്പൊ ആ ഒരു കല്യാണം മംഗളമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സംഭവം ഇത് നമ്മള് റീസെന്റ് ആയിട്ട് ഷഹീലുണ്ടായിരുന്നു തോന്നുന്നു, ഷഹീൽ അറിയത്തില്ല, ഒരു പാല് വെച്ച് വർക്കായിരുന്നു. അപ്പോഴ് വീട്ടിലെത്തിയിട്ട് നമ്മൾ പറഞ്ഞില്ലേ നമുക്ക് വിളമ്പിയിട്ട് വന്നാൽ മാത്രം മതി. സംഭവം ഒരു വാഷ് ബേസിൻ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം വീട്ടുകാരൻ വന്നിട്ട് പറയുവാണ് വാഷ് ബേസിൻ അവിടെ ഉണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, സെറ്റും ചെയ്യാം, ഓക്കെ, ഇതും വേണം. ഈവന്റ് മാനേജ്മെന്റ് മൊത്തത്തിലാണ് ചെയ്യുന്ന പണി. സംഭവം ഇതിനുള്ള പൈപ്പ് കണക്ഷൻ എടുത്തിട്ടില്ല, അത് ചെയ്തിട്ടില്ല, ഇത് ചെയ്തിട്ടില്ല, മൊത്തം എന്ന് വെച്ചാൽ ഒരു പ്ലംബർ ചെയ്യേണ്ട എല്ലാ പണിയും നമ്മൾ ചെയ്യണം. പൈപ്പ് നിന്ന് വീടിന്റെ ബാക്കിൽ പോയി കണക്ഷൻ കൊടുക്കണം, അടുത്ത പൈപ്പ് ഉരുക്കി ഇതിൽ കയറ്റണം, അത് വാഷ് ബേസിനിലോട്ട് എത്തിക്കണം, എന്നിട്ട് വേസ്റ്റ് പൈപ്പ് കുഴി കുഴിച്ച് നേരെ അങ്ങ് കൊണ്ടിടണം. ഇത്രയും പണി എൻ്റെ അടുത്ത് ചെയ്യാൻ പറഞ്ഞു ഒരു വീട്ടുകാരൻ.
വീഡിയോ കണ്ടാലും ഇല്ലെങ്കിലും ഓക്കെ. അല്ല അല്ല അപ്പോഴത്തേക്ക് സ്നോബി അയാള് പറഞ്ഞ പോലെ എനിക്ക് ഇത്ര വിഷമായില്ല. ഇല്ല, അപ്പോഴത്തേക്ക് സ്നോബി പ്ലാൻ ഉണ്ടോ വീട്ടിന്റെ ഇങ്ങെടുക്ക് ഇങ്ങനെ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടെന്നും പറഞ്ഞ് സംഭവം അത് അതൊക്കെ ചെയ്യുന്നത് ഒന്ന് ഇതാക്കിയേ കൊള്ളാം. എന്ന് വെച്ചാ നിങ്ങളെ കീഴ് പണിയെടുക്കാനൊന്നും അല്ല നമ്മൾ വരുന്നത്. നമുക്ക് തന്നേക്കുന്നത് നമ്മുടെ ഈവന്റ് മാനേജ്മെന്റുകാരെ ഏൽപ്പിക്കുന്ന ഫുഡ് നല്ലതായിട്ട് വിളമ്പിയിട്ട് നമുക്ക് തിരിച്ചു പോയി. ഈ ഒരു പണി മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ നിങ്ങളെ വീട്ടിൽ അത് ചെയ്യിക്കുക ഇത് ചെയ്യിക്കുക, ഇവനെ കൊണ്ട് പലചരക്ക് സാധനം വരെ കാര്യസ്ഥനാക്കി ഇവനെ വർക്ക് കഴിഞ്ഞിട്ട്. ലാസ്റ്റ് അതൊന്ന് ഷെയർ ചെയ്യണം. ഓ, അതും ഇതുപോലൊരു പാലുകാച്ച് വർക്കായിരുന്നു. അത് സ്ഥലം വേണമെങ്കിൽ ഞാൻ പറയാം, നമ്മളെ നെയ്യാറ്റിൻകരയായിരുന്നു. വേറെ ഒന്നും നെയ്യാറ്റിൻകരയല്ല, നെടുമങ്ങാട്. ഇവന് ഓർമ്മയില്ല. ഈ എല്ലാരും തോന്നുന്നു. അപ്പം നെടുമങ്ങാടായിരുന്നു വർക്ക്. അന്ന് ഇവനും ഉണ്ടായിരുന്നു. പക്ഷേ ഞാനും എൻ്റെ ഒരു പയ്യനും കൂടെ ആദ്യമേ രാവിലെ, അതായത് പാലുകാച്ച് ആയതുകൊണ്ട് തന്നെ ഞാനും സ്നോബിയായിരുന്നു. അപ്പൊ രാവിലെ നമ്മളൊരു 5:30 ടൈമിൽ നമ്മളവിടെ എത്തി, സൈഡിലെത്തി. കാരണം 6 മണിക്ക് അവിടെ ഫുഡ് കൊടുക്കണം. പാലുകാച്ച് എന്ന രീതിയിൽ 6 മണിക്ക് പാലുകാച്ച് കഴിഞ്ഞ് അവിടെ ഉള്ളവർക്ക് ഫസ്റ്റ് കാപ്പി കൊടുക്കേണ്ടത് നമുക്കായിരുന്നു. അന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഉച്ചയ്ക്ക് 4 പേരെ പരിപാടിയായിരുന്നു. 4 പേര്, 4ഉം 2ഉം നമ്മുടെ മൊത്തം 6 പേര്. അതായത് ബിരിയാണി, ഉച്ചയ്ക്കത്തെ ഭക്ഷണം ബിരിയാണി 6 പേര്. അതും കഴിഞ്ഞ് വൈകിട്ട് പിന്നെ 2 പേര്. അത് ഞാനും സ്നോബിയും തന്നെയായിരുന്നു. അതും പോരാനായിട്ട് ഞാൻ രാവിലെ 5:30 തൊട്ട് രാത്രി 10:30 വരെ ഫുഡ് വിളമ്പി. അതിനുശേഷവും നമ്മളൊന്ന് കഴിച്ച് നമ്മൾ വീട്ടിൽ പോകാൻ നിൽക്കാതെ അവര് വീട്ടുകാരുടെ ആവശ്യങ്ങൾക്ക്, അതായത് സ്റ്റോർ റൂമിൽ നിന്ന് കിച്ചണിലേക്ക് നിന്ന് സ്റ്റോർ റൂമിലേക്ക് അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മളെ കൊണ്ട് എടുപ്പിക്കുകയും കൊണ്ടുവെപ്പിക്കുകയും അവിടുത്തെ ഒരു കാര്യസ്ഥനാക്കി. സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മൾക്ക് ചെയ്യുന്ന പണിയല്ല. ഇതിപ്പോ ഇവര് നമുക്ക് വേണ്ടി എന്തോ ഒരു 1000-600 രൂപ അവർക്ക് നമ്മളെ ഇതിൽ വാങ്ങിച്ചിട്ടുണ്ട് എന്നുള്ള ഇതിലാണ് ഇവര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. നമ്മൾ പറയും ഇതൊന്നും നമുക്ക് ഉള്ള പണിയല്ല എന്ന് പറയുമ്പോഴത്തേക്ക് അത് ബാധിക്കുന്ന ഈവന്റ് മാനേജ്മെന്റുകാരനെയാണ്. അപ്പൊ നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഇനി ഈ വീട്ടിൽ നടക്കാൻ പോണ ഒരു സംഭവം അവർക്ക് കിട്ടാതെ വരും. അപ്പൊ അത് നമുക്കും ഒരു വർക്കാണ്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ അവരെ അധികം വെറുപ്പിക്കാതെ പറഞ്ഞ് മനസ്സിലാക്കാനും നോക്കുന്നുണ്ട്. ഒട്ടും പറ്റാത്ത കാര്യങ്ങൾ പറ്റത്തില്ല. നമ്മളിപ്പോ വീട്ടുകാരോട് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ മുതലാളിക്ക്, അതായത് നമ്മളെ ഈവന്റ് മാനേജ്മെന്റ് ആ പുള്ളിക്കാണ് അതിന്റെ ഒരു മോശക്കേട് വരുന്നത്. അന്ന് നമ്മളപ്പോ അത്രയും നേരം നമ്മൾ ചെയ്ത ഹാർഡ് വർക്ക് അവിടെ ഒരൊറ്റ നോണ്ട് അപ്പൊ വേസ്റ്റ് ആവുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് പക്ഷേ വീട്ടുകാരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവർക്ക് തീർക്കണം, എല്ലാം ഒതുക്കി വെക്കണം എന്നുള്ളൊരു പണിക്കാരെ നിർത്തണം വേറെ. അത് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നു എന്നുള്ളതാണ്. വീട്ടുകാർക്ക് ഇപ്പം അവിടെ വരുന്ന ഗസ്റ്റിനെ സെർവ് ചെയ്യാനായിട്ടാണ് നമ്മൾ കൊണ്ടുപോയിരിക്കുന്നത്. അത് ഫുഡ് സെർവ് ചെയ്യാനാണ്. അല്ലാതെ ഇവർ ചിലരുടെ ഒരു ചിന്തയുണ്ട്, പയ്യന്മാര് വരുന്ന അവരെ വീട്ടിലെ മൊത്തം പണി ചെയ്യാൻ പൈസ കൊടുക്കുന്നോണ്ട് എന്തും ചെയ്യിപ്പിക്കാന്നുള്ളൊരു വീട്ടുവേലയ്ക്ക് വരുന്നതൊക്കെ ചിലർ കാണുന്നവരുണ്ട്. അങ്ങനെയുള്ളവരടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു ഫ്രൂട്ട്സ് കെട്ടിയാനായി തന്നെ പിച്ചാത്തി ചോദിക്കുമ്പോഴത്തേക്ക് അവരെ മുഖം നെറ്റി ചുളിയപ്പോഴേ ഇവിടെ പിച്ചാത്തി ഒന്നുമില്ല, അതൊക്കെ നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു. അല്ല ഇവിടെ പാത്രങ്ങളില്ല, അതൊക്കെ നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു. അവരെ ആവശ്യം, അവരെ പരിപാടി കുറച്ച് അടിപൊളിയാക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. നമ്മൾ നിൽക്കുന്ന ഒരു സൈറ്റ് മോശമായി പോരുന്നുള്ള ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ആത്മാർത്ഥത പോലും ചിലർ വീട്ടുകാർ കാണിക്കൂല. അവര് വന്ന് കുറ്റം പറഞ്ഞ് അത് ഇത് കാണിച്ചിട്ട്. അന്നത്തെ ഞാൻ പൈപ്പുരുക്കിയ കേസ് പറഞ്ഞില്ലേ, ഇത് ഇവരിഷ്ടത്തിന് ഏതോ പന്തലുകാര് ഏതോ ആരോ കൊണ്ടിട്ട സംഭവം. ഇപ്പം വീട്ടിൽ ഓക്കെ ചെയ്തു കൊടുക്കാം. ഇതും എന്തായാലും കൈയഴുവാനുള്ള സെറ്റപ്പ് നമ്മൾ നോക്കണമല്ലോ. അപ്പോഴത്തേക്ക് നോക്കിയപ്പം ഒരു ലൈറ്റർ ചോദിച്ചു. ലൈറ്റർ ഒന്നുമില്ല, ഇത് പുതിയ വീടാണെന്ന് പാല് കാച്ചുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് എന്നാ തീപ്പട്ടി ഉണ്ടാ? ആകെ ഒരു തീപ്പട്ടിയേ ഉള്ളൂ, അതെനിക്ക് വിളക്ക് എത്തിക്കാൻ വേണം. ഇയാൾ അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ പോയി വാങ്ങ്, ഞാൻ പോയി വാങ്ങണോ ഇനി? അത് എന്റെ ആവശ്യം. പരിപാടിക്ക് സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ ഞാൻ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി പറഞ്ഞ്, അപ്പുറത്തെ വീട്ടിലൊരു തീപ്പട്ടി വല്ലതും ചോദിച്ചിട്ട് തരുന്നില്ല, ഇവിടെ നിന്ന് തീപ്പട്ടി തരോ, സംഭവം സെറ്റ് ചെയ്യാനാണ്. അങ്ങനെ തീപ്പട്ടി വാങ്ങിച്ചുകൊണ്ടുവന്ന് പേപ്പർ കത്തിച്ച് പൈപ്പ് ഉരുക്കി അതിന്റെ കറക്റ്റ് കണക്ഷൻ ആക്കി എല്ലാം കൊടുത്ത് കുഴി കുഴിച്ച് വേസ്റ്റ് കുഴി വരെ ഇത് ഇട്ട്. കാര്യമുണ്ടാ? ഫുഡ് ചെയ്യാൻ പോയിട്ട് അവസാനം കുഴി വരെ എടുക്കേണ്ട അവസ്ഥ, പ്ലംബർ എല്ലാ ജോലിയും ചെയ്യേണ്ട അവസ്ഥയായി. പ്ലംബർ, ഡോക്ടർ, ഇതൊക്കെ നമ്മൾ വേറൊരാളെ കണ്ടിട്ടുണ്ട്. കാറ്ററിംഗിന് പോയി നമ്മളിപ്പോ ഒരു വർക്കിന് പോകുമ്പോ അവരുടെ വീട്ടുകാരുടെ പെരുമാറ്റം നല്ലതാണെങ്കിൽ നമുക്കും ആ ഒരു സന്തോഷം വരും, നമ്മുടെ മുഖത്ത് ചിരിയോടുകൂടി നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ഒരുപാട് വീട്ടുകാരുണ്ട് കേട്ടോ, വെറും ചായ ഇട്ട് തരും. സത്യം, നമ്മൾ ചെല്ലുമ്പോ തന്നെ ഒന്ന് നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണോ വന്നത്, അല്ലെങ്കിൽ ആദ്യം കഴിക്ക് എന്നിട്ട് മതി ബാക്കി പരിപാടികളെന്ന് പറയുന്ന വീട്ടുകാരുണ്ട് ഒരുപാട്. നമ്മളിത് മൊത്തത്തിൽ എല്ലാവരും അങ്ങനെയൊന്നല്ല, ഇതിൽ നല്ല സൈഡും ഉണ്ട് മോശം സൈഡും ഉണ്ട്. നമ്മളിപ്പോൾ ആദ്യം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മോശം സൈഡാണെന്നേ ഉള്ളൂ. നല്ല സൈഡിലോട്ട് വരാം, നല്ല അനുഭവങ്ങളിലോട്ട് നമുക്ക് വരാം. പക്ഷെ ഈ മോശം അനുഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാലേ, ഇത് നമ്മൾ കാറ്ററിങ്ങിന് പോണ പയ്യന്മാരെല്ലാം ഒരേ വൈബായിരിക്കും.
ഒരേ വൈബ് എന്ന് വെച്ചാൽ ഈ നമുക്ക് ഇത്തിരി വിഷമായ തന്നെ പയ്യന്മാരുമായിട്ട് ഷെയർ ചെയ്ത് തിരിച്ച് കളിച്ച് ആ ഒരു സംഭവം അത് അവിടെ അങ്ങ് ഇതില് ഇതില് നമുക്ക് അറിയാത്തവരായിരിക്കും കൂടുതലും വരുന്നത്. ഒരുപാട് കണക്ഷൻസ് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടോ? ഒരുപാട് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ? അതായത് വർക്കിന് പോകണമൊക്കെ പൈസ കിട്ടുന്ന അല്ലാണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കൊരു നിങ്ങളുടെ പേഴ്സണൽ ഉപയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ട്. കാരണം നമുക്കിപ്പം കൊല്ലത്ത്, അതായത് ഇപ്പോൾ ഒരു വർക്കിന് പോയാലും പല ഏരിയ നിന്നാണ് പയ്യന്മാർ വരുന്നത്. ഇപ്പം ഒരു വലിയൊരു വർക്കാണെങ്കിൽ 2000 പേര് വർക്കൊക്കെ ആണെങ്കിൽ ഒരു 10-50 പയ്യന്മാരെങ്കിലും കാണും, 60 പയ്യന്മാരെങ്കിലും കാണും. അപ്പം 60 പേരും ചിലപ്പം ഒരു 60 സ്ഥലത്ത് നിന്ന് വരുന്നതെന്ന് പറയുന്നില്ല, ഒരു കൂടി പോയ ഒരു 20 ഏരിയ എന്നായിരിക്കും വരുന്ന പയ്യന്മാർ അത്രയും. അപ്പം ഇങ്ങനെ പോയാലും നമുക്ക് ആ ഒരു വർക്കിനെ വെച്ച് കണ്ട പരിചയം അവർ പിന്നെയും എവിടെയെങ്കിലും വെച്ച് കണ്ടാലും നമ്മുടെ അടുത്ത് സംസാരിക്കുകയും ഇങ്ങനെ കാര്യങ്ങൾ അറിയത്തില്ലായിരിക്കും. അപ്പോഴത്തേക്ക് അളിയാന്ന് വിളിച്ചു നല്ല കമ്പനിയാവും. നമുക്ക് അവരെ സ്ഥലങ്ങളിൽ വെച്ച് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇന്ന എന്തെങ്കിലും നമ്മൾ മനുഷ്യന്മാരല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമല്ലോ. അപ്പൊ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്ത് നല്ല ഹെൽപ്പ് വരും. അല്ല നമുക്കിപ്പം ബ്ലഡ് വേണമെങ്കിൽ തന്നെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണെന്ന് പറഞ്ഞാൽ അവരെ സൈഡിൽ നിന്ന് ഇങ്ങനെ വരും. പൈസ ചെറിയ ചെറിയ എമൗണ്ടുകൾ, മനുഷ്യരല്ലേ. അങ്ങനെ കുറച്ച് അങ്ങനെ ഒരുപാട് ഈ ബ്ലഡ് ഡൊണേഷൻ അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്തെങ്കിലും പരിപാടി നടത്തുന്നെങ്കിൽ തന്നെ ഇതൊന്ന് അളിയാ ഒന്ന് ഷെയർ ചെയ്തേക്കണം, ഒന്ന് ജസ്റ്റ് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി. അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് നടത്തുന്നു, അതുപോലെ പല സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തർ അവർ അതേപോലെ നമുക്ക് അയക്കും. നമ്മളും കോണ്ടാക്റ്റുകൾ കീപ്പ് ചെയ്യും, കണക്ഷൻ കീപ്പ് ചെയ്യും എപ്പോഴും. അത് എപ്പോഴും ഒന്ന് ആക്റ്റീവായിട്ട് നിർത്താൻ നമ്മൾ ശ്രമിക്കും. എന്ന് വെച്ചാൽ ഇതേ കണക്ക് നമുക്ക് ഈ ഒരാഴ്ച വർക്കില്ലെങ്കിൽ നമ്മൾ അവരെ വിളിക്കുമ്പം ചിലപ്പോൾ അവർക്ക് വേക്കൻസി കാണും, അപ്പം നമുക്ക് പോകാൻ പറ്റും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ ആയിട്ടുള്ള റെസ്പെക്റ്റിലാണ് നമ്മൾ പോകുന്നത്. ചിലപ്പം ആ ഒരൊറ്റ വർക്കിനെ നമ്മളെ കണ്ട പരിചയം കാണും, എന്നിട്ട് നമ്മളെ വിളിക്കുമ്പം നമ്മളെ ഒരുപാട് കാലം പരിചയമുള്ള പോലെ സംസാരിക്കുകയും നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും വർക്കിനുണ്ടെങ്കിൽ വേക്കൻസി ഇടുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അല്ല, ഈ വർക്കിൻ്റെ ഇടയ്ക്ക് ഹെഡ് വെയിറ്റ് കാണിക്കുന്ന ഒരു ഇതുണ്ടോ? അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്കറിയാം, എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനത്തെ ഒരു ഇത് നിങ്ങളുടെ ഇടയ്ക്ക്, അതായത് കാറ്ററിംഗ് ബോയ്സിന്റെ ഇടയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുവരെ അങ്ങനത്തെ ഒരു അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഹെഡ് വെയിറ്റ് പയ്യന്മാരുടെ ഇടയിൽ ഹെഡ് വെയിറ്റ് ഒന്നുമില്ല. പയ്യന്മാർ ഇപ്പം സർവീസ് ബോയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവരും ഒരു കാറ്റഗറിയാണ്. പിന്നെ സൈറ്റ് മാനേജർ ഉണ്ടാകും. ആ സൈറ്റിൽ പയ്യന്മാരെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു പയ്യൻ ഉണ്ടാവും. അയാൾ ചിരിച്ച് കളിച്ച് നിന്നാൽ ശരിയാവില്ല. അയാൾ അതിൻ്റെതായ ഒരു രീതിയിൽ നമ്മളുമായിട്ട് നല്ല കമ്പനി ആയിരിക്കും. പക്ഷെ ആ വർക്കിന്റെ ആ ഒരു വർക്ക് എന്നുള്ള ഇതാകുമ്പോഴത്തേക്ക് പുള്ളിക്കാരൻ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അത് പറയും. അങ്ങനെ നിൽക്കുന്നവരുണ്ട്. അല്ലാതെ സർവീസ് ബോയ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാരും ഒരേ വൈബായിരിക്കും. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ആദ്യത്തേക്ക് സമയത്ത് ഇത് കണക്കുള്ള പയ്യന്മാരുണ്ടായിരുന്നു ഹെഡ് വെയിറ്റ് ഇട്ട് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നീ വേസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് വേസ്റ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല, അതിന് നാണക്കേരാണ്, ആൾക്കാർ കാണും ഞാൻ വേസ്റ്റ് എടുക്കുന്നത്, എന്നെ അറിയാവുന്നവർ ഇവിടെ വരും. അങ്ങനെ ഹെഡ് വെയിറ്റ് ഇടുന്നവരുണ്ട്. ഞാൻ ഫുഡ് മാത്രമേ എടുക്കുകയുള്ളൂ, അതാകുമ്പോൾ അവർ കണ്ടാലും കുഴപ്പമില്ല. ഫുഡ് വിളമ്പോൾ ചില ഐസ്ക്രീമിന് മാത്രമേ നിൽക്കുകയുള്ളൂ, ആകുമ്പോൾ കുറെ പെൺപിള്ളേർ വരും, അപ്പോൾ എനിക്ക് അവരെ മാത്രം കാണിച്ചാൽ മതി. ഇങ്ങനെയൊക്കെ ഞാനിത് പേഴ്സണലി ആരും എടുക്കരുത്. ഇതൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മുമ്പൊക്കെ. ഇപ്പം പലരും ഇപ്പൊ കൊടുക്കുന്നവർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. ഇപ്പൊ പറയുന്ന പണി ചെയ്യും, അത്രേ ഉള്ളൂ. പറയുന്ന പണി ചെയ്യണം, അത് തന്നെ ചെയ്തില്ലെങ്കിൽ. ഓക്കെ, ഇനി ഇതിൽ അടുത്ത ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം ഇതിൽ കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള കാറ്ററിംഗ് ബോയ്സിനെയാണ്. ഇതിലോട്ട് നമുക്ക് ഗേൾസിന് ഒരു ചാൻസ് എന്താണുള്ളത്? അതായത് ഹാർഡ് വർക്കാണോ, അത്രയ്ക്ക് ശരീരത്തിന് ഭയങ്കര പണിയുള്ള വർക്കാണോ, അത് ഗേൾസിന് ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് ഗേൾസിന് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും മേഖലകളുണ്ടോ ചെയ്യാൻ പറ്റുന്നത്? ഇതിലോട്ട് ഗേൾസിനുള്ള കടന്നു വരവ് നമുക്ക് എങ്ങനെ ഇത് നോക്കാം? ഗേൾസിന് മേഖല ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗേൾസിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ഒരുപാട് ഗേൾസ് ഇതിന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഏതൊരു ജോബായാലും ഈസി സൈഡ് പോലെ തന്നെ ഹാർഡ് വശവും ഉണ്ട്. നമുക്ക് ഇപ്പം ഏതെങ്കിലും ഫുഡിന് ചിലപ്പം ഫുഡ് സെർവ് ചെയ്യുന്നത് ഒരു വശത്തും അത് ഉണ്ടാക്കുന്നത് അധികം കുറച്ച് ദൂരത്തേക്ക് മാറിയൊക്കെ ആയിരിക്കും. അപ്പോൾ പയ്യന്മാരെല്ലാരും കൂടെ പോയിട്ട് വലിയ ചെമ്പൊക്കെ ചുമന്ന് നമുക്ക് ഈ ഫുഡ് സെർവ് ചെയ്യാനായിട്ട് എളുപ്പത്തിന് നമ്മൾ ആ സെർവിങ് ഏരിയന്റെ അടുത്തൊക്കെ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. വേറെ സ്ഥലത്ത് നിന്ന് വണ്ടിയിൽ വരികയാണെങ്കിൽ ആ വണ്ടിയിൽ നിന്ന് വലിയ ചെമ്പുകൾ ചുമന്ന് നമുക്ക് സെർവ് ചെയ്യുന്ന അടുത്തേക്ക് എത്തിക്കണം. അപ്പൊ ഇങ്ങനത്തെ വലിയ വലിയ പാർട്ടുകളിലൊന്നും അധികം ഗേൾസ് ഇൻവോൾവ്ഡ് ആക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. കാരണം അവർക്ക് അതിന്റെ കാര്യമില്ല. എൻ്റെ ഒരു ഇതില് മോസ്റ്റ്ലി വെൽക്കം ഗേൾസ് ആയിട്ടായിരിക്കും ഗേൾസ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ അറിയാലോ, വരുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യുക, സ്റ്റേജിനകത്ത് ഹോസ്പിറ്റാലിറ്റി ഒന്ന് മാനേജ് ചെയ്യുക. പിന്നെ ഫുഡിന്റെ സെക്ഷനിലേക്ക് വന്നാലും കൂടുതലും സെർവിങ് ആയിരിക്കും അവർക്ക് കൊടുക്കുക. സെർവിങ് ആ ഒരു ഇതിൽ തന്നെ ഒരുപാട് സ്ത്രീകളായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഗേൾസിനെ കാട്ടിയും കുറച്ച് കല്യാണം കഴിഞ്ഞവരോ കുടുംബശ്രീ
ചേച്ചിമാര് അങ്ങനെയൊക്കെയാണ് അങ്ങനെയുള്ളവരായിരിക്കും സദ്യ ഒരുപാട് വർക്കിന് കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ട്രെൻഡ് ഒക്കെ മാറി. ഇപ്പം ചേച്ചിമാര് മാത്രം സദ്യ വിളമ്പുന്ന കുറച്ച് ഈവന്റ് അങ്ങനത്തെ മാനേജ്മെന്റ് ഇവന്റ് മാനേജ്മെന്റ്, അതായത് ചേച്ചിമാരെ വെച്ച് അവര് സദ്യന്റെ വർക്കുകൾ അടിപൊളിയാക്കുന്ന ഇതുണ്ട്. ഇതിൽ നമുക്ക് മാക്സിമം എത്ര രൂപ വരെ നമുക്ക് ഈ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര രൂപ വരെ കിട്ടും? നമുക്ക് ഒരു ദിവസം പോയി കഴിഞ്ഞാൽ മാക്സിമം കിട്ടുന്നത് എത്ര രൂപ വരെ ആയിരിക്കും? ഇപ്പം മിനിമം വേജ് 600 to 700 കൊടുക്കുന്നതുണ്ട്, 500 കൊടുക്കുന്നതുണ്ട്. അത് ഓരോ ഏരിയ ബേസ് ആയിട്ടാണ്. ചിലയിടത്തൊക്കെ 400 മാത്രമാണ് അവർക്ക് ഡെയിലി വർക്ക് കാണും. ഈ 400 രൂപ കൊടുക്കുന്നവർക്ക് ചിലപ്പോൾ ഡെയിലി വർക്ക് കാണും, ഡെയിലി 400 രൂപ വെച്ച് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ആണെങ്കിൽ മിനിമം ഡേ വർക്ക് ആണെങ്കിൽ 600, 600, 650 1200, 1200, 1300 അങ്ങനെയൊക്കെ ഉള്ള. നമ്മള് സ്ഥിരമായിട്ട് ഒരു ഇതിന് പോകത്തില്ലേ, ഒരു ആണ്ട് വർക്കിന് പോകത്തില്ലേ, അവിടെ മട്ടൻ കറി, അത് നമുക്ക് നമ്മൾ ആ വർക്ക് എന്ന് പറഞ്ഞാല് ഒരു ആവേശം ഉണ്ടാവും ആ വർക്കിന്. എന്ന് വെച്ചാ അത് കുറച്ച് ഒരു ഹൈ ടീമിന്റെ വർക്കാണ്. അപ്പം അവര് 800 ആണ് തോന്നല്ലേ സാലറി, 800 സാലറി പ്ലസ് ഒരു 500 ടിപ്പും തരും എല്ലാവർക്കും, എത്ര പയ്യന്മാരുണ്ടല്ലോ. അപ്പം ആ ഒരു ഡേ വർക്ക് സദ്യ ആയിരിക്കും 1300 രൂപ നമുക്ക് കിട്ടും. അതാണ് നമ്മുടെ കാറ്ററിംഗിന്റെ ഒരു അതാണ് ഹാപ്പി ഹാപ്പി സൈഡ്. ഓക്കെ, അപ്പൊ ഇനി ഇതിലോട്ട് നമ്മൾ ഇത്രയും നേരം മോശം അനുഭവങ്ങളാണ് പറഞ്ഞത്. നമുക്കിനി നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായ ഈ സൈറ്റിലായാലും നിങ്ങളെ കാറ്ററിംഗ് വർക്കിലായാലും നല്ല അനുഭവങ്ങൾ, നല്ല നിങ്ങൾക്ക് മനസ്സിന് അത്രയും ഇപ്പോഴും മറക്കാൻ പറ്റാത്ത നല്ല അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഒരു നോമ്പിന് മോശം അനുഭവം ഉണ്ടായ പോലെ തന്നെ മറ്റൊരു നോമ്പിന് നല്ല ഒരു നോമ്പിന്റെ എല്ലാം അവനാണ് അനുഭവം ഉണ്ടാവും. ആ നോമ്പുകൾക്കൊക്കെ എന്താണെന്ന് അറിയാൻ പറ്റും. എനിക്ക് പ്രത്യേക ഒരു അനുഭവം. സംഭവം എന്ന് പറഞ്ഞാൽ ഒരു നോമ്പും അത് അന്നൊരു നോമ്പിന്റെ ടൈം ഒരു ഫുൾ ഡേ വർക്കായിരുന്നു. അതൊരു കൺവെൻഷൻ സെന്ററിന്റെ ഉദ്ഘാടനോടനുബന്ധിച്ചുള്ള വർക്കായിരുന്നു. അതിന്റെ കൺവെൻഷൻ സെന്റർ പുതുതായിട്ട് ഒരു ബാങ്ക് ഏറ്റെടുത്ത് നടത്തുന്ന, അത് 6000 പേരെ ഫുഡായിരുന്നു. ഒരു നേരം 6000 രാവിലെ 6000, ഉച്ചയ്ക്ക് 6000, വൈകുന്നേരം 6000, എത്ര 18000 മനസ്സ് അങ്ങനെ. അതായത് ഇവർക്ക് അങ്ങനെ 3 നേരമായിട്ട് ഓൾ ഇന്ത്യ ബാങ്ക് ഉള്ള ഒരു ബ്രാഞ്ച് ഉള്ള ഒരു ബാങ്കാണ്. അപ്പൊ ഈ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാർ അവിടെ അന്ന് വന്നായിരുന്നു. അപ്പോഴത്തേക്ക് അതൊരു തലശ്ശേരി സൈഡിലുള്ള ഒരു ഇവന്റ് മാനേജ്മെന്റ് ആയിരുന്നു ഓർഗനൈസ് ചെയ്തിരുന്ന. അപ്പോഴ് നമ്മൾ നോമ്പിന്റെ എപ്പോഴത്തെയും പോലെ പ്രിപ്പറേഷൻ, ഒരു ഗ്ലാസ് വെള്ളം, 2 ഈത്തപ്പഴമൊക്കെ ഉള്ള സെറ്റാക്കാനുള്ള തിരക്കിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മൾ പോലും അറിയാതെ ആ ഇവന്റ് മാനേജ്മെന്റുകാര് കാറ്ററിങ്ങിന് വന്ന പയ്യന്മാർക്ക് ഫുള്ള് അവരുടെ ആ സൈഡിലോട്ടുള്ള ഡിഷസും പിന്നെ അവരെ പ്രത്യേക അവരുടെ സ്നാക്സ് ഉണ്ടല്ലോ, തലശ്ശേരി സൈഡ് ലഗൂൺ ചിക്കൻ, അങ്ങനെ ലഗൂൺ ചിക്കനൊക്കെ ബിരിയാണി, അത് ഫുഡ് സെർവ് ചെയ്യുന്നായിരുന്നു. അപ്പൊ നമ്മൾ പോലും അറിയാതെ ഈ സംഭവങ്ങൾ ഒരു ഗ്രാൻഡ് ആയിട്ട് നോമ്പ് തുറ സെറ്റ് ചെയ്ത്, അതും പയ്യന്മാർക്ക് വേണ്ടി. എന്നിട്ട് നമ്മുടെ അടുത്ത് പറയാണ്, നിങ്ങൾ നോമ്പ് തുറന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് സെർവ് ചെയ്താൽ മതി. അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ റെയറാണ്. അതായത് മറ്റത് നോമ്പിന്റെ ബാങ്ക് കേൾക്കുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച ആൾക്കാർക്ക് ഫുഡ് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യാറ്. ഇവര് പയ്യന്മാര് എല്ലാവരും കഴിച്ചെന്ന് ഉറപ്പ് വരുത്തി അവര് നോമ്പ് തുറന്ന് അവർക്ക് ഫുഡ് ആവശ്യം പോലെ വയറ് നിറയെ കൊടുത്തിട്ട് ഗസ്റ്റിന് ഫുഡ് കൊടുത്താൽ മതി എന്നുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി നിന്ന ആളാണ്. അതായിരുന്നു എനിക്ക് വർക്കിന് പോയപ്പോഴത്തേക്ക് കിട്ടിയൊരു ഹാപ്പി എൻഡിങ് എന്ന് പറഞ്ഞ ഒരു ഞാൻ ഷഹീലും ഉണ്ടായിരുന്നു ആ വർക്കിന്. അത് കഴിഞ്ഞിട്ട് ബാക്കി വന്ന ഈ ലഗൂൺ ചിക്കനൊക്കെ ഒരുപാട് ബാക്കി വന്നില്ലേ. അപ്പൊ അത് അവർക്ക് സന്തോഷത്തോടെ നമുക്ക് തന്നു വിട്ടത്. നമ്മൾ ഒരിക്കലും മോഷ്ടിച്ചോണ്ട് പോയതല്ല, സന്തോഷത്തോടെ അവര് തന്നെ എടുത്തോണ്ട് പോയത്. ആവശ്യമില്ലാതിരിക്കുവാണെന്ന് വെച്ച് വേസ്റ്റ് ആക്കണ്ട എന്ന് വെച്ച് നൈസായിരുന്നു കേട്ടോ. ആ വർക്ക് നൈസ് വർക്കായിരുന്നു സംഭവം. നമ്മളിങ്ങനെ വർക്കിന് പോകുമ്പോൾ എല്ലാവർക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളുണ്ടാവും. ഇത് ഒരു ഫൺ സൈഡായിട്ട് നമുക്ക് എടുക്കാം. എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തുടക്കം ഞാൻ +1 ആദ്യമായിട്ട് വർക്കിന് പോകണം. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കണക്ക് എന്നെ ഒരു സൈറ്റിൽ വിളിച്ചിട്ട് എനിക്ക് അന്ന് ഫസ്റ്റിലെ ഫുഡ് എടുത്തു അറിയാവുന്ന ഒരു ഇക്കായിരുന്നു. നീ ഫുഡ് എടുത്തോ എന്ന് പറഞ്ഞ്. അപ്പൊ അന്നാളെ ആദ്യമായിട്ട് ഫുഡ് എടുക്കുന്നത് പെറോട്ട ആയിരുന്നു. ബേസിന് നേരെ കയ്യിൽ ബാലൻസ് ഒന്നും ആവുന്നില്ല. അപ്പൊ ഞാനിത് ഇങ്ങനെ എടുത്തപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഒരു ഉമ്മാമ നടന്നു വരുന്നത്. അപ്പൊ എന്റെ കയ്യിലൊന്ന് ഇടിച്ച്, അപ്പൊ ബേസിൽ എന്റെ നിന്ന് പോയി. സംഭവം പെറോട്ടൊന്നും തറയെ വീണിട്ടില്ല. അപ്പൊ അവരെ തലയിൽ വീണ് പെറോട്ട. അങ്ങനെ ഇവരങ്ങോട്ട് നടന്നു പോയപ്പോ ഞാൻ പയ്യ അത് തന്നെ എടുത്ത് ബേസിന് പിടിച്ച്
Oh my God. ഇത് സെർവ് ചെയ്തിട്ടില്ല. അപ്പൊ തന്നെ ഈ കണ്ടിട്ട് ഇതാണോടാ ഇനി കൊടുക്കുന്നേന്ന് പറഞ്ഞിട്ട് അതെന്നെ പിടിച്ച് മാറ്റിട്ട് വേറെ പുതിയ പൊറോട്ട എടുത്തു. അറിഞ്ഞില്ല, അവരങ്ങ് നടന്നു പോയി. പർദ്ദ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു പർദ്ദ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തലയിലാണ് പൊറോട്ട ഒന്ന് വീണത്. 2-3 പൊറോട്ട ഉള്ളായിരുന്നു. ഞാൻ അതിഞ്ഞെടുത്തിട്ട് അടുത്ത നിന്റെ പറ. അതുപോലെ തന്നെ നമ്മളിവിടെ അൽസാജ് പറഞ്ഞ പോലെ അൽസാജില് ഒരു സദ്യ വർക്കിന് പോയതാണ്. അന്ന് ആദ്യം പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത പയ്യന്മാരെ കൊണ്ടുപോയ സദ്യ വർക്കിന് പോയാൽ ഫ്ലോപ്പ് ആവാനുള്ള ചാൻസ് വളരെ ഒരു പ്രോബിലിറ്റി കൂടുതലാണ്. കാരണം സദ്യക്ക് ട്രിവാൻഡ്രം സൈഡായിട്ട് നമുക്ക് അതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഇതിപ്പോ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഫസ്റ്റ് പന്തി ആൾക്കാർ ഇരുന്ന് നമ്മുടെ പയ്യന്മാരിങ്ങനെ റെഡിയായി ഡിസ്കസ് ചെയ്യണം. ഓരോരുത്തർക്ക് കൊടുക്കണം റൈസ്, ഇപ്പൊ ഫസ്റ്റ് പോണ പരിപ്പാണ്, ഇപ്പൊ അത് കഴിഞ്ഞ് സാമ്പാർ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം റൈസ് പോയി. അപ്പം ഈ ടീമിൽ ഈ ഡിസ്കഷൻ ഇല്ലാത്ത 2 പയ്യന്മാര് ഫസ്റ്റ് തന്നെ സാമ്പാർ എടുത്തോണ്ടെങ്കിൽ പരിപ്പ് പോകേണ്ട സ്ഥലത്താണ്. കാരണം അവരെല്ലാരും ട്രിവാൻഡ്രം ആൾക്കാരാണ് സദ്യ കഴിക്കാതിരിക്കുന്നത്. അവർക്ക് അതിന്റെ ശൈലിയുണ്ട്, അതേ ചുറ്റുമുണ്ട്. എല്ലാരും ഇങ്ങനെ ചോറ് ഇങ്ങനെ ഇതാക്കിയിട്ട് കുഴി കുഴിച്ച് വെക്കുമ്പോ സാമ്പാർ വിളമ്പി പോണ്. നമ്മൾ ഒരു അങ്ങറ്റം ചോറ് വിളമ്പി തിരിഞ്ഞു നോക്കിയപ്പോൾ പയ്യന്മാർ 2 സാമ്പാർ വിളമ്പി തീർന്നു. എന്നിട്ട് നമ്മളവരെ മുഖത്ത് നോക്കിയാണ്, ഇവരിനി അടിക്കോ ഓടട്ടോ അടി കിട്ടാനുള്ള ഈ അവിയല് തോരൻ അവിയല് ചിലർക്ക് അതെനിക്ക് അറിഞ്ഞിട്ടായിരുന്നു കേട്ടാ. ഈ ആദ്യം അങ്ങനെ വരണോന്നുള്ള സംഭവം ട്രിവാൻഡ്രംകാർക്ക് ഒരു ശൈലിയുണ്ട്. ഓർഡർ ഒന്ന് പറയണം. ഇഞ്ചി, നാരങ്ങ, മാങ്ങ, പച്ചടി, കിച്ചടി, അവിയല്, തോരൻ, പിന്നെ ബാക്കി ഓലൻ, കാളൻ. അത് തെറ്റിയാതോ? അല്ല ഈ ഒഴിച്ചു കറിയില് ആദ്യം ഏതാണ് പരിപ്പ്. ആദ്യം നമ്മള് ഫസ്റ്റ് ചോറിട്ടിട്ട് പിന്നെ പരിപ്പ്, അത് കഴിഞ്ഞ് നെയ്യ് അവര് മാറ്റി വെക്കും വലത്തോട്ട്. നമ്മൾ ഈ വാഴയിൽ ഇടുന്നതിന് തന്നെ പ്രത്യേകത ഉണ്ട്. അതായത് ആ ഒരു വാഴ നമ്മൾ വെട്ടിക്കളയല്ലോ, ഒരു സൈഡ് നമ്മൾ മാർക്ക് എന്ന് പറയുന്നത് വെട്ട് വലത് സൈഡിൽ വരണം. എനിക്കറിയായിരുന്നു അത്. ഓക്കെ, ഇതും പലരും തെറ്റിച്ചിടുന്നവരുണ്ട്. അതാണ് ഒരു എക്സ്പീരിയൻസിന്റെ കാര്യം പറഞ്ഞത്. ഈ വർക്കിന് പോകുമ്പോൾ ആ സദ്യ വർക്കിൽ അതൊരു മെയിൻ ഫാക്ടറാണ് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ തന്നെ. ഇനി അടുത്ത അജ്മലിന്റെ നല്ല അനുഭവം ഓൾറെഡി നിങ്ങൾ അല്ലാണ്ട് നിങ്ങളുടെ ഇടയിലുണ്ടായ ആരും അറിയാത്തൊരു ഫൺ എലമെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? ഫൺ മൊമെന്റ്സ് നിങ്ങളുടെ? ഞാൻ ഇവിടെ ഒരു ഗ്ലിംസ് ആണൊക്കെ ഇതിട്ട് തരാം. കാരണം നമ്മളിങ്ങനെ ഈ ചില വർക്കിനാകുമ്പോ പലർക്കും പല മനസ്സാണെന്ന് പറഞ്ഞില്ലേ, നമ്മൾ അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പലരും അറിയാതെ കൊണ്ട് മറവ് ചെയ്തിട്ടുണ്ട്. അത്ര മാത്രമേ പറയുന്നുള്ളൂ. അതെ, അതിലോ പ്ലേറ്റിന്റെ രൂപത്തിലായിരിക്കാം. ആ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇല്ല, മറ്റേ മ്യാവ് സിനിമയില് നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് ഈ പ്ലേറ്റ് മേടിച്ചിട്ട് എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറയാലോ. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാ മൈ ബോസ് സിനിമയ്ക്കകത്ത് ഇപ്പൊ അവനെ ബോസ് ചീത്ത വിളിക്കുമല്ലോ, അപ്പൊ ആ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് പോയി ബക്കറ്റ് ചവിട്ടി പൊട്ടിച്ചാണ്. അതുപോലെ നമ്മൾ നമ്മുടേതായ ചില രീതികൾ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. നമ്മളുടെ കൈപ്രയോഗം, ആരെയും ദ്രോഹിക്കാതെയുള്ള ചെറിയൊരു വിദ്യകൾ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ്. അപ്പൊ ഇനി ഇതിലോട്ട് ആരെങ്കിലും വരാൻ നിൽക്കുന്ന ഉണ്ടെങ്കിൽ, അതായത് മടിച്ചിട്ട്, അതായത് കാറ്ററിംഗ് മോശം പണിയാണല്ലോ, അത് പോയ ഒരു ഇതല്ലേ, പൈസയൊന്നും അങ്ങനെ കറക്റ്റ് കിട്ടൂലായിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്ന ഒരു യൂത്ത് അല്ലെങ്കിൽ ജെൻസ് ഇനി പിള്ളേർക്ക് നിങ്ങൾക്ക് എന്താണ് ഉപദേശം കൊടുക്കാറുള്ള? അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് എവിടെങ്കിലും പോയിട്ട് ഇപ്പോൾ ഈ കാറ്ററിംഗ് ടീമിന്റെ കയ്യിൽ നിന്ന് പൈസ കിട്ടാതെ ഇരുന്നിട്ടുണ്ടോ? കിട്ടാതെ ഒരുപാട് ഇരുന്നിട്ടുണ്ട്. സംഭവം ലാഗ്, ഒരു മാസങ്ങളോളം ലാഗ് ഒന്നുമില്ല. അപ്പൊ ഒന്ന് പേടിക്കും, ഇനി തേച്ചാ ഇങ്ങനെ ഒന്ന് പേടിക്കും. സംഭവം ഇതിലേക്ക് വരാൻ നിൽക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അറിയാലോ, ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് വെച്ച് പല മയക്കുമരുന്നും അതും ഇതൊക്കെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിനെക്കാട്ടി അന്തസ്സുണ്ട് 4 പേർക്ക് വിളമ്പി പൈസ കിട്ടുന്നതിൽ. അപ്പോൾ ഇതിലോട്ട് വരുന്നവരോടാ ഒരു പാർട്ട് ടൈം ജോബായിട്ട് പോക്കറ്റ് മണി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്ക് വരുന്നത് നല്ലത് തന്നെയാണ്. നാണക്കേട് വിചാരിച്ചിരുന്ന ഈ കുറ്റം പറയുന്ന ഒരു സൈഡിൽ കാണും. നമുക്ക് നമ്മുടെ കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ അത് പോകും. അപ്പം വരുന്നവർക്ക് വരാം. ഇതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഇത്. ഒരുപാട് എക്സ്പീരിയൻസ്, ഒരുപാട് കോണ്ടാക്ട്സ് പല ഏരിയകളിൽ ട്രെയിൻ കയറി വർക്കിന് പോയിട്ടുണ്ട്, പല ഏരിയയിൽ പോയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ ഓരോ വശത്ത് പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടുത്തെ സംഭവങ്ങളായാലും ഇപ്പൊ ഷെയ്ല പറഞ്ഞ പോലെ ഒരു സദ്യന്റെ ഓർഡർ
പലർക്കും അറിഞ്ഞൂടാ, ഫുഡ് കഴിക്കാൻ വരുന്ന പലർക്കും എനിക്കറിയില്ല പലർക്കും അറിയില്ല. അത് നമ്മളെ ഈ ട്രിവാൻഡ്രം സ്റ്റൈൽ, ഇപ്പൊ ആരെങ്കിലും ഒരാൾ നിങ്ങൾ ട്രിവാൻഡ്രം സ്റ്റൈൽ സദ്യയാണ് ഏറ്റവും അടിപൊളി സദ്യ എന്ന് കേട്ടിട്ടുണ്ട്, അതിന്റെ ഓർഡർ എന്ന് പറയുന്ന നോക്കുമ്പോൾ നമ്മൾ കൊല്ലത്ത് പോയാൽ ചെറിയൊരു ഡിഫറൻസ് പിന്നെ അതിൽ വരുമായിരിക്കും. ചെറിയ ഡിഫറൻസ് കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതൊക്കെ നമ്മൾ പോയി കണ്ട് പഠിച്ച് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസിന്റെ ഒരു ഇതാണ്. ഇതിന്ന് ഏതൊരു മേഖലയിലായാലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇതും അതുപോലെ തന്നെയാണ്. നാണക്കേട് വിചാരിക്കണ്ട, വരുന്നവർക്ക് വരാം. കാറ്ററിംഗ് ഒരിക്കലും ഒരു മോശമല്ല. നമ്മൾ ചിലപ്പോൾ ബന്ധുക്കൾ കണ്ടിട്ട് പറയുമായിരിക്കും, ഇതിൽ അവന്റെ മോനല്ലേ ഇവ ഇപ്പൊ ഇതിനാ, അങ്ങനെ പറയായിരിക്കും. അത് പറഞ്ഞിട്ട് അവര് പോവും. കിട്ടാനുള്ളത് എന്ത് നമുക്കാണ് കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു വിഷയമായിട്ട് എടുക്കാതെ നമ്മളെ കാര്യം നോക്കി പോവാന്നാണ് എനിക്ക് പറയാനുള്ളത്. സത്യം, അത് നിങ്ങളൊരു ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു വേജ, ഹാർഡ് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു റിവാർഡ്, അത്രേ ഉള്ളൂ. അല്ലാതെ ആൾക്കാരും വിചാരിക്കും പോലെ ഒന്നും ഇല്ലാത്ത വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്തവന്മാരാണ് വരുന്നതെന്നോ ആരും ഇപ്പൊ വിചാരിക്കും. വിദ്യാഭ്യാസം ഇല്ലാത്തവര് ആണ് ഇതിന് വരുന്നത്, അങ്ങനെ വിചാരിക്കണ്ട. ബിടെക്, ബികോം, BBA, ഡോക്ടറിൽ പഠിക്കുന്ന പയ്യന്മാരോ വർക്കിന് വന്നിട്ടുണ്ട്. നമ്മളെ പോക്കറ്റ് മണി ഉള്ളി പ്രീമിയം വണ്ടികൾക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്തോ പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ തന്നെ വലിയ വീട്ടിലെ പിള്ളേരാവാം, ചെറിയ വീട്ടിലെ പിള്ളേരാവാം. എന്തെങ്കിൽ തന്നെ ഒരു 600 രൂപ കിട്ടുക എന്ന് വെച്ചാൽ ചെറിയ കാര്യമല്ല. ഇന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാൻ തന്നെ ആർക്കും ഇതാക്കേണ്ട കാര്യമില്ല, ആരുടെയും കാല് പിടിക്കണ്ട, പെട്രോൾ അടിക്കാൻ ആരുടെയും കാല് പിടിക്കണ്ട, ഒരു സിനിമയ്ക്ക് പോകാം. ഇതൊക്കെ തന്നെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലം തൊട്ടേ നമ്മൾ വർക്കിന്. ഒരു ജോലിയും വലുതോ ചെറുതോ എന്നുള്ളതൊന്നും അല്ല, എല്ലാം ചെയ്യാനുള്ള മനസ്സ് മാത്രം ഉണ്ടായത്. മനസ്സുണ്ടെങ്കിൽ നമുക്ക് ഇൻകം വരും, നമുക്ക് സ്വന്തമായിട്ട് നിൽക്കാൻ പറ്റും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിന്ന്. എബ്രോഡ് ജോലി ചെയ്യുന്നവര് തന്നെ നാട്ടിൽ ലീവിന് ഒരു മാസം ലീവിനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മളിവിടെ ആ ഒരു പണ്ടത്തെ ആ ഒരു വർക്കിന് പോയിട്ടുള്ള ആ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ വരുന്ന എത്രയോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് കാണുന്ന ചിലർ വിചാരിക്കും എന്തിന് വർക്കിന് പോകണം, ട്രേഡിംഗ് ഇല്ലേ, അതില്ലേ, മണി ഡബിളിംഗ് എല്ലാം ഉണ്ട്. പക്ഷേ അതൊന്നും ഇല്ലാത്തവർക്കും എക്സ്പീരിയൻസും കിട്ടത്തില്ല, ഫുഡും കിട്ടത്തില്ല. ഇത്രയും പറയുമ്പോ ഇത്രയും സുഖമുള്ള ജോലി ഏതുണ്ട്? 4-5 മണിക്കൂറത്തെ ജോലി, അത് കഴിഞ്ഞ് നല്ല ഭക്ഷണം, വീട്ടിൽ പോയി റെസ്റ്റ്, ഉറക്കം. നമ്മൾ പിന്നെ ഹോട്ടലിൽ പോലും കിട്ടാത്ത ഒരുപാട് ഫുഡ്, നമ്മൾ കേൾവി പോലില്ലാത്ത ഒരുപാട് ഫുഡ് ഇതില് ഹോട്ടലിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പം ഈ കല്യാണ ബിരിയാണിക്ക് തന്നെ ഒരു ചെറിയ ഫാൻ ബേസ് ഉണ്ട്. കല്യാണ ബിരിയാണി അല്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് ഹോട്ടലിന്റെ ബിരിയാണിയും കല്യാണ ബിരിയാണിയും ഒരു സെപ്പറേറ്റ് തന്നെയാണെന്നുള്ളൊരു തോന്നിയിട്ടുണ്ടോ? ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയത്? പാചകക്കാര് അവരുടെ ഒരു കൈപുണ്യം തന്നെയാണ്. പിന്നെ ആ വീട്ടുകാരെ താല്പര്യപ്രകാരം അവര് പാചകക്കാർ പറയുന്ന അത്രയും ഐറ്റം അവർ ഇറക്കി കൊടുക്കും. ഫുഡ് അത്രയും അടിപൊളി ആവണം എന്നുള്ള ഇതില്, അതായത് വീട്ടുകാരും കൂടെ നിന്ന് ചെയ്യുന്ന ഒരു ഇതുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ക്വാണ്ടിറ്റി കൂടുമ്പോ അതിനൊരു ടേസ്റ്റ്, ഫ്ലേവർ കൂടുമെന്നൊക്കെ എനിക്കറിയില്ല, അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഹോട്ടലിലും അത്രയും ക്വാണ്ടിറ്റി, അത്രയും വൈറിയിലായിരിക്കും അല്ലേ ക്വാണ്ടിറ്റി? അല്ല, അത് എനിക്ക് തോന്നുന്നു ആ ക്വാണ്ടിറ്റിയുടെ ഒരു ഇതും കൂടെ അല്ല. ഞാനൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, ഒരു കറി വെക്കുന്ന ഒരു ഫുഡ് വെക്കുന്ന വ്ളോഗിൽ ചിക്കന്റെ ക്വാണ്ടിറ്റി കൂടുക അല്ലെങ്കിൽ മട്ടന്റെ ക്വാണ്ടിറ്റി കൂടുമ്പോൾ അതിന്റെ ഫ്ലേവർ എല്ലാം അതിലിറങ്ങും, അപ്പൊ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് ആ മീറ്റിന്റെ അനുസരിച്ചിരിക്കും. പിന്നെ അവര് എടുക്കുന്ന റൈസ് ഉണ്ട്, അത് പലതരം റൈസ് ഉണ്ട്. അത് അത്രയും നല്ല റൈസും ആ അതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും മീറ്റും ഇതെല്ലാം ഫാക്ടറാണ്. പിന്നെ ഇതെല്ലാം നല്ലതുണ്ടെങ്കിൽ നല്ല പാചകക്കാരില്ലെങ്കിൽ ഹോട്ടലിൽ ഇരിക്കുന്ന ഷെഫിനെയും കാട്ടിയും കൈപ്പുണ്യം വർക്കിന് പാചകത്തിന്റെ സാജൻകാക്കയുടെ ബീഫ് തന്നെ ബീഫ് നമ്മൾ പല സ്ഥലത്ത് കഴിച്ചിട്ടുണ്ട്, ഹോട്ടലുകളിൽ കഴിച്ചിട്ടുണ്ട്, അത് ഇത് കഴിച്ചിട്ടുണ്ട്. പക്ഷെ സാജൻകാക്കയുടെ ബീഫ് ഒരു പേര് പറയുന്നോണ്ട് ഒരു ഇതാക്കരുത്. അതാണ് ഈ സൈഡിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മളെ സക്കീറാക്കാരെ മട്ടൻ കറിയ അത് അത് ഒരുപാട് സ്മെല്ലടിക്കുമ്പോ നമുക്ക് മനസ്സിലാവും. പാചകക്കാർക്ക് വലിയൊരു കയ്യടി. ഇതൊക്കെ ഇത്രയും വലിയ എമൗണ്ട് പാചകം ചെയ്യുന്ന ഒരുപാട് പേർക്കും വലിയ കയ്യടി. പിന്നെ അതേപോലെ ഹൃദയത്തിൽ നിന്നും ഈ കാറ്ററിങ്ങിന് പോകുന്ന എല്ലാ ആൾക്കാർക്കും, കാറ്ററിംഗ് ബോയ്സിന് എൻ്റെ സ്നേഹം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും ഒക്കെ ഞാൻ അറിയിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവർ അത്രയും വേസ്റ്റ് എടുപ്പ് തൊട്ട് എല്ലാ പണി, ലോഡിങ് അൺലോഡിങ് എല്ലാം നിങ്ങൾക്ക് നമ്മൾ ചെന്നിരിക്കുമ്പോൾ ഒരു സ്നേഹത്തോടെ ഒരു തവിയെങ്കിലും വിളമ്പി തരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഇന്നും നമുക്ക് അത്രയും വാല്യൂ ഇല്ലാത്തൊരു ജോലിയായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അത്രയും വാല്യൂ ആരും കൊടുത്തിട്ടില്ല.
അപ്പോൾ അത് എല്ലാ കാറ്ററിംഗ് ബോയ്സിനും എൻ്റെ ഹൃദയത്തിൽ നിന്നും നന്ദിയും സ്നേഹവും. അപ്പോൾ ഇനി അടുത്ത എൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഒരുപാട് പേര് കണ്ടിട്ടുണ്ട് കല്യാണത്തിന് കുമ്മനടിക്കുക, അല്ലെങ്കിൽ കല്യാണത്തിന് കയറി കഴിക്കുക, അതായത് വിളിക്കാത്ത കല്യാണത്തിന് പോയി കഴിക്കുക എന്നൊക്കെ ഉള്ള. ഇപ്പോൾ അടുത്തിടെ ഒരു ഹാളിൽ എഴുതി വെച്ചേക്കണുണ്ട്, വിളിക്കാത്ത അതിഥികൾ ഭക്ഷണം കഴിക്കാൻ കയറേണ്ടതില്ല. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും അത് ഒരു മോശ പരിപാടിയാണോ സത്യത്തിൽ? അതെ, അത് 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 കഴിച്ചത് കൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു ഇതുണ്ടാവുന്നുണ്ടോ അവിടെ? സംഭവം എൻ്റെ ഒരു അറിവ് ചിലപ്പോൾ ചെറുതായിരിക്കും. എൻ്റെ ഒരു അറിവ് പറയുവാണെങ്കിൽ ഈ കുമ്മനടി ടീംസ് അല്ലെങ്കിൽ വിളിക്കാത്തവര് വരാത്ത ഒരു കല്യാണം അല്ല ഒരു വർക്കിന് ഞാൻ പോയിട്ടില്ല. ഇതും കൂടെ ഉണ്ടെങ്കിലേ ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അല്ല, വീട്ടുകാരല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവര് ഓരോ സ്പെസിഫിക് ആയിട്ടുള്ള ഓഡിറ്റോറിയം എടുക്കുമ്പോഴത്തേക്ക് പറയും, അതെ, നമുക്കൊരു 500 അല്ലെങ്കിൽ ഒരു 200 പ്രതീക്ഷിക്കാം. വിളിക്കാത്ത അതിഥികൾ ഒരു 200 അവരും കൂടെ വന്നാലേ അതൊന്ന് കംപ്ലീറ്റ് ആവുള്ളൂ. നമ്മൾ വിളമ്പാൻ പോകുമ്പോ അവരെ മുഖത്ത് കാണുമ്പോഴത്തേക്ക് അവരിങ്ങനെ നോക്കും, ഇങ്ങനെ പരിങ്ങി. അതൊക്കെ കാണുമ്പോഴേ നമുക്കും ഒരു ഇതുള്ളൂ, ഇത് അവൻ നമുക്ക് വിളമ്പാം. നമ്മൾ അവർക്കും നോർമൽ ഒരാൾക്ക് വിളമ്പുന്ന കണക്ക് തന്നെ നമ്മൾ വിളമ്പുള്ളൂ. പക്ഷേ വീട്ടുകാരുടെ അവസ്ഥ വെച്ച് അല്ലെങ്കിൽ അവർക്ക് ഒരു 50 പേരെയും കൂടെ ചിലപ്പം ഒക്കുപ്പൈ ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. അവർ അത്രേ ഷോർട്ട്. അപ്പം 50 പേര് അവർക്ക് വരേണ്ട ഗസ്റ്റ് കാണും. 50 പേര് അല്ലാതെ വന്ന് കയറിയ അവർക്ക് കൊടുക്കേണ്ട ഫുഡ് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ ഗസ്റ്റിന് മുമ്പേ വീട്ടുകാർ നാണം കെടും. അപ്പം ആര് വന്നാലും നമ്മുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ വിളമ്പുക എന്നുള്ളതാണ്. അപ്പം വീട്ടുകാരെ സൈഡിൽ നോക്കുകയാണെങ്കിൽ കുറച്ച് മോശമാണ്. പക്ഷേ ഫുഡാണ്, ആഫ്റ്റർ ഓൾ ഇത് ഫുഡാണ്, എല്ലാവർക്കും ഫുഡാണ്. അപ്പം ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നിന്ന് ഇറക്കി വിടുക, അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മോശമായിട്ട് സംസാരിക്കുക, അവരോട് അടിയുണ്ടാക്കുക. ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് അടുത്ത് പോയി നിന്ന് പറഞ്ഞാൽ അത് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയൊക്കെ ഇറക്കി വിടുന്ന ഒരുപാട് മൊമെന്റ്സ് ഉണ്ടായിട്ടില്ലേ പലപ്പോഴും? അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്തോ മാസാണെന്നുള്ള ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് അവരെടുത്ത് പോയി അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ശ്രദ്ധ അവരിലേക്ക് വരും. അപ്പം അവര് അങ്ങനെ കുറെ ടീംസ് ഉണ്ട്. ഈ ചിലരങ്ങ് അവിടെ കുറച്ച് ആള് കാണുമ്പോൾ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പറയുന്നത്. ചിലപ്പോ കാണിക്കുന്നോ കാട്ടയായിരിക്കും, ആ ഷോ കാണിക്കുന്നോ ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ശബ്ദം ബഹളം ഉണ്ടാക്കുന്നതായിരിക്കും സംഭവമേ. ഇതിപ്പോ വിളിക്കാതെ ഒരു 10 പേര് വന്നെന്ന് വെച്ചോ, അപ്പോഴത്തേക്ക് ഒരുത്തനെ തൂക്കിയിട്ട് വീട്ടുകാരെ വന്നിട്ട് ഇങ്ങനെ പറയും, കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് വിളിക്കാത്ത കല്യാണത്തിന് ഇങ്ങനെ. അപ്പൊ 10 പേരും എണീക്കും. ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് നിങ്ങൾക്കെല്ലാം എന്താണ് ഇനി പറയാനുള്ള? കാറ്ററിംഗ് ബോയ്സിന്റെ ലെവലിൽ നിന്നുകൊണ്ട് എന്താ പറയാനുള്ളത്? ഒരു ഈ കാറ്ററിംഗ് തുടങ്ങുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഈ ഈവന്റ് മാനേജ്മെന്റിന്റെ ഒരാള് ആ വീട്ടിൽ ചെന്ന് അവരുമായിട്ട് ബാർഗെയിൻ ചെയ്ത്, ഒരുപാട് കാറ്ററിംഗുകാർ സമീപിക്കുമായിരിക്കുമല്ലോ, ബാർഗെയിൻ ചെയ്ത് വർക്ക് പിടിച്ച് എന്നിട്ട് ആ ദിവസം നമ്മൾ ചെല്ലുമ്പോൾ അതൊരു എംപ്റ്റി ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ബാക്ക് എൻഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഡെക്കറേഷൻകാർ, സ്റ്റേജുകാർ, ലോഡിങ്ങുകാർ, സർവീസുകാർ, കുക്ക്, എല്ലാവരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ ഇവർ ചെല്ലുമ്പോൾ ഇതൊരു എംപ്റ്റി ഗ്രൗണ്ട് ആയിരിക്കും. ഇത് ഇവരുടെ ഗസ്റ്റിനെ സ്വീകരിക്കാൻ വേണ്ടി അത്രയും മനോഹരമായിട്ടുള്ള ഈവന്റ് ആയിട്ട് തീർക്കാൻ ബാക്ക് എൻഡിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എല്ലാവരുടെയും ഒരു ഇതിന്റെ ഫലമായിട്ടാണ് ഒരു പരിപാടി വിജയിക്കുന്നത്. ഏതെങ്കിലും ഒന്ന് ഫ്ലോപ്പായ എൻ്റെ വർക്കിനെ തന്നെ അത് ബാധിക്കും. ഒരു പ്ലെയിൻ ഗ്രൗണ്ടിൽ നമ്മൾ കാണുന്ന ഒരു പോഷ് ലുക്കിലേക്ക് എത്തുമ്പോൾ അവരെന്തുമാത്രം ഹാർഡ് വർക്കാണ് അതിന്റെ പിന്നിൽ ചെയ്യുന്നതെന്ന് നമുക്ക് ഒരു ദിവസം ഒരു തലേന്ന് നൈറ്റ് പോയി നമുക്ക് കാണാൻ പറ്റും. അവരെന്തുമാത്രം ഹാർഡ് വർക്കാണ് അതിന് പിന്നിൽ ചെയ്യുന്നത്. അത് ഇപ്പം ഫുഡ് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ ഇൻവൈറ്റ് ചെയ്ത് വന്നേക്കുന്ന ഗസ്റ്റിന് അത് മനസ്സിലാവില്ല. അവര് വരുമ്പോഴത്തേക്ക് അവര് മുമ്പിൽ ഫുഡ് എത്തുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യുന്നുണ്ട്. അത് സെറ്റ് ചെയ്യുന്നതും ഈ ഫുഡ് എല്ലാ ഗസ്റ്റുകളെല്ലാം പോയിട്ട് അത് അഴിച്ചു പറക്കി വീണ്ടും കൊണ്ടുപോകുന്നതും ഒരുപാട് പേരെ മെനക്കെടുത്ത് ഹാർഡ് വർക്കും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഈ ചെറുത് തൊട്ട് വലുത് വരെ ഇതിൻ്റെ അകത്ത് പണി ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഞങ്ങൾ നൽകുകയാണ്. അപ്പോൾ സംഭവം എന്ന് വെച്ചാലേ ഒരുത്തനുണ്ട്, നമ്മളെയൊക്കെ വർക്കിനിടുന്ന ഒരുത്തൻ. അവൻ നമ്മളെ വർക്കിന് വിളിക്കും, എടാ വാടാ ഒരു 300 വരെ ഫുഡേ ഉള്ളൂ. ഓക്കേടാ 300 പേർക്കല്ലേ ഉള്ളൂ, പെട്ടെന്ന് കഴിയും, പെട്ടെന്ന് പോവാം. ചെല്ലുമ്പോ അത് 2000 പേർക്കുള്ളതായിരിക്കും. ഇങ്ങനെ മാനിപ്പുലേറ്റ്, എടാ നിനക്ക് മനസ്സിലാവൂ ഇതാരാണെന്ന്. നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോയി കട്ട വാരിപ്പിച്ചിട്ടുള്ള അവൻ ചുമ്മാ പറഞ്ഞാണ്. ഇനി വർക്കിന് വിളിക്കണം, ഒരു അവസരം കിട്ടിയപ്പോ പറഞ്ഞതേ ഉള്ളൂ. 300 എന്നുള്ള മൈൻഡ് സെറ്റിൽ ചെല്ലുമ്പോ 3000 പേരായിരിക്കും അവിടെ. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് ലെങ്ത് ആയിട്ടുണ്ട്. എല്ലാ വീഡിയോയും പോലെ ഈ വീഡിയോയും നമ്മൾ ചെറുതാക്കാൻ നോക്കി. അടുത്ത വീഡിയോയിൽ നമ്മൾ ഷോർട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും.
ആ ഒരു പ്രതീക്ഷയിൽ നിർത്തുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യം. നിങ്ങളുടെ കമൻറ്റുകൾ, എന്തെങ്കിലും തെറ്റുകൾ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഈ വീഡിയോയിൽ നിന്നൊരു 50 സബ്സ്ക്രൈബേഴ്സിനും കൂടെ കിട്ടണമെന്നുണ്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. നമ്മളെ പിന്തുണയ്ക്കണം. കാരണം നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ട് പോകാനുള്ള ഊർജം. എല്ലാ കാറ്ററിംഗ് ബോയ്സും ഈ വീഡിയോ കാണണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ റിലേറ്റബിൾ ആവുന്ന കുറച്ച് കാര്യങ്ങൾ, വലിയ അറിവുകളൊന്നും ആയിരിക്കില്ല ഞങ്ങൾ ഷെയർ ചെയ്യുന്ന. ഞങ്ങളുടെ കുറച്ച് എക്സ്പീരിയൻസ്, ഞങ്ങളുടെ കുറച്ച് തമാശകൾ, അങ്ങനെയൊക്കെ ഉള്ളതാണ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മൾ ഇത് കണ്ട് ഫീൽ ആയിട്ടുള്ള ഏതെങ്കിലും വീട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചേക്കരുത്. നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്കുകള് പ്രായച്ചിത്തം ചെയ്യാൻ അവസരമുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോയിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത്, എല്ലാ ജോലികളെയും നമ്മൾ റെസ്പെക്ട് ചെയ്യുക. എല്ലാ ജോലികൾക്കും അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അപ്പം നമ്മൾ ആരെയും ഒരിക്കലും മോശമായി പറയരുത്, ചിരിച്ചുകൊണ്ട് പെരുമാറുക എന്നതൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.